അമോർട്ടൈസ്ഡ് അനാലിസിസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അമോർട്ടൈസ്ഡ് അനാലിസിസിന്റെ അഗ്രിഗേറ്റ് മെത്തേഡ് കഴിഞ്ഞു. സെക്കൻഡ് വൺ അക്കൗണ്ടിങ് മെത്തേഡ്. ഇനി അക്കൗണ്ടിങ് മെത്തേഡ് എന്താണെന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് അക്കൗണ്ടിങ് മെത്തേഡ് ആണെങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അക്കൗണ്ടിങ് മെത്തേഡ് അഗ്രിഗേറ്റ് മെത്തേഡിൽ പറഞ്ഞു നമ്മൾ എന്ത് പറയുന്നത്, എന്തോ ഓപ്പറേഷൻസ് സെയിം അമോർട്ടൈസ്ഡ് കോസ്റ്റ്, എല്ലാ ഓപ്പറേഷനും ഒരേ കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കാവുന്നേ ഉള്ളൂ, അക്കൗണ്ടിങ് മെത്തേഡിൽ ഡിഫറെന്റ് ചാർജ്, ഡിഫറെന്റ് ഓപ്പറേഷൻ ഡിഫറെന്റ് ചാർജസ് ആണ്. അതാണ് തന്നെ ഫസ്റ്റ് പോയിന്റ് നോക്ക്, വി ആർ സെയിം ഡിഫറെന്റ് ചാർജസ് ടു ഡിഫറെന്റ് ഓപ്പറേഷൻ. സം ഓപ്പറേഷൻ ചാർജ് മോർ ഓർ ലെസ് ദാൻ ദേ ആക്ച്വലി കോസ്റ്റ്. അതായത് ചില ഓപ്പറേഷൻസിന് കോസ്റ്റ് കൂടും, ചില ഓപ്പറേഷന് കോസ്റ്റ് കുറയാനും സാധ്യതയുണ്ട്. ആക്ച്വൽ കോസ്റ്റിനാണ് കോസ്റ്റ് കൂടാനും കുറയാനും സാധ്യത, ഒരിക്കലും എന്ന് വെച്ചാൽ എക്സ്ട്രാ. അപ്പോൾ നമ്മൾ ഈ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് അസൈൻ ചെയ്തേക്കുന്ന വാല്യൂ ആണ്. ഒരു കോസ്റ്റ്, ഒരു അനാലിസിസിന് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇത്ര കോസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ് അതാണ് ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് എന്തുമാത്രം മോർ വരാം, അതിൽ നിന്ന് എന്തുമാത്രം ലെസ്റ്റ് വരാം. ഒരിക്കലും ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ഒരിക്കലും ഡയറക്റ്റ് ചെയ്യത്തില്ല, മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്, വെൻ അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഓഫ് ആൻ ഓപ്പറേഷൻ എക്സീഡ്സ് its actual cost, the difference is assigned to special object in the data structure as credit. അപ്പം എപ്പോൾ അമോർട്ടൈസ്ഡ് കോസ്റ്റ് എക്സീഡ് ചെയ്യുന്നോ, ആക്ച്വൽ കോസ്റ്റിന് എക്സീഡ് ചെയ്യുന്നോ, ആ എക്സീഡ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് മീൻ ബൈ ക്രെഡിറ്റ്? അപ്പൊ ക്രെഡിറ്റ് എന്താണെന്ന് വെച്ചാൽ, അമോർട്ടൈസ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോസ്റ്റ് ഉണ്ട്. സപ്പോസ് ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങുവാണെങ്കിൽ ഇനിഷ്യൽ വാല്യൂ ഉണ്ട്. അവിടുന്ന് നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണോ അതിന് ചാർജ് ചെയ്യാൻ ഡിഫറെന്റ് ചാർജസ് ആവാം, ഇൻക്രീസ് ആവാം, ലെസ് ആവാം. അതിൽ നിന്ന് തന്നെ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ഉണ്ട്. ഓക്കെ, ഇത് ഇനി വാട്ട് ഈസ് മെയിൻ ബൈ ക്രെഡിറ്റ്? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഇന്ന് എക്സീഡ് കോസ്റ്റ് വരും, ഓപ്പറേഷൻ അനുസരിച്ച് എക്സീഡ് കൊടുക്കും. അപ്പം അതിന്റെ രണ്ടിന്റെയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് പറയും? ക്രെഡിറ്റ് വാല്യൂ എന്ന് പറയും. അതിന് വാട്ട് ഈസ് മെയിൻ ബൈ ക്രെഡിറ്റ്? ക്രെഡിറ്റ് ക്യാൻ ബി യൂസ് ലേറ്റർ ടു ഹെൽപ്പ് ഫോർ പേ ദ ഓപ്പറേഷൻ ഹൂസ് അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഇസ് ലെസ് ദാൻ ദെയർ ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ഓരോ ഓപ്പറേഷന് കോസ്റ്റ് കൂടുന്നതനുസരിച്ച് ക്രെഡിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും, മനസ്സിലായി? അത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ പിന്നുള്ള ഓപ്പറേഷന് ആ ക്രെഡിറ്റ് വാല്യൂ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ക്രെഡിറ്റ് ക്യാൻ ബി യൂസ് ലേറ്റർ ഫോർ ഹെൽപ്പ് പേ ഫോർ ഓപ്പറേഷൻ, ലേറ്റർ പേയ്മെന്റ് ഫോർ ഓപ്പറേഷൻ, അതായത് പിന്നത്തെ ഓപ്പറേഷന് വേണ്ടി എടുക്കാൻ പറ്റും. അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഈസ് ലെസ് ദാൻ ദെയർ ആക്ച്വൽ കോസ്റ്റ്. അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഓഫ് ആൻ ഓപ്പറേഷൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് ബീങ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഇറ്റ്സ് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് ക്രെഡിറ്റ്. അന്നേരം അമോർട്ടൈസ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നമ്മൾ പറയുന്നത്? ആക്ച്വൽ കോസ്റ്റ് പ്ലസ് ക്രെഡിറ്റ് ഗീവ്സ് അമോർട്ടൈസ്ഡ് കോസ്റ്റ്. അതാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓഫ് ആൻ ഓപ്പറേഷൻ സ്പ്ലിറ്റ് ഇൻടു ടു ബിറ്റ്വീൻ ഇറ്റ്സ് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് ക്രെഡിറ്റ്, ഏത് ഡിപ്പോസിറ്റ് ഓർ യൂസ്ഡ്. കാരണം അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ച് അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ വരും. ഇനി ഡിഫറെന്റ് ഓപ്പറേഷൻ ഹാവ് ഡിഫറെന്റ് അമോർട്ടൈസ്ഡ് കോസ്റ്റ്. അതാണ് ഡിഫറെന്റ് ഓപ്പറേഷൻ ഡിഫറെന്റ് അമോർട്ടൈസ്ഡ് കോസ്റ്റ് ആണ് വരുന്നത്. പക്ഷേ അഗ്രിഗേറ്റ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞ ഓൾ ഓപ്പറേഷൻസ് ഹാവ് സെയിം അമോർട്ടൈസ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അക്കൗണ്ടിങ് മെത്തേഡിന്റെ കീ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്ച്വൽ കോസ്റ്റിന് അപ്പർ ബൗണ്ട് ആയിരിക്കും. മീൻസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ എത്ര ആണോ മസ്റ്റ് ബി അപ്പർ ബൗണ്ട് ഓഫ് ദ ടോട്ടൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ സീക്വൻസ്. അപ്പൊ എന്ത് ചെയ്യും? അമോർട്ടൈസ്ഡ് കോസ്റ്റ് എപ്പോഴും ആക്ച്വൽ കോസ്റ്റിന് മേളിലായിരിക്കും നിൽക്കുന്നത് എപ്പോഴും. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ കണ്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എല്ലാ വാല്യൂസിനും ഓരോ ഓപ്പറേഷനും ഓരോ കോസ്റ്റ് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ഇനി നമുക്കറിയേണ്ടത് എന്തുവാ? ഇവിടെ അക്കൗണ്ടിങ് മെത്തേഡിൽ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താണ് ക്രെഡിറ്റ്, ആ ക്രെഡിറ്റിന്റെ വാല്യൂ. അപ്പം അമോർട്ടൈസ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് പ്ലസ് ആക്ച്വൽ കോസ്റ്റ് ആണ്. അപ്പൊ ക്രെഡിറ്റ് എന്താണ്, ക്രെഡിറ്റിൽ നിന്ന് എത്ര എടുക്കുന്നു, എത്ര ക്രെഡിറ്റ് കിട്ടുന്നു, ഇതാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ടോട്ടൽ ക്രെഡിറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഡേറ്റ സ്ട്രക്ചർ മസ്റ്റ് ബി നോൺ നെഗറ്റീവ് അറ്റ് ഓൾ ടൈം. അതാണ് മെയിൻ പോയിന്റ്. ടോട്ടൽ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ, ആ ഒരു ഡേറ്റ സ്ട്രക്ചറിന്റെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ക്രെഡിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഡേറ്റ സ്ട്രക്ചർ മസ്റ്റ് ബി നോൺ നെഗറ്റീവ് അറ്റ് ഓൾ ടൈംസ്. ഓക്കെ, സിൻസ് ഇറ്റ് റെപ്രസെന്റ് ദ എമൗണ്ട് ബൈ വിച്ച് ദ ടോട്ടൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഇൻകേർഡ് സോ ഫാർ എക്സീഡ് ദ ടോട്ടൽ അമൗണ്ട് ഇൻകേർഡ്. അന്നേരം എന്താണ് നമുക്ക് ടോട്ടൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് കിട്ടിയത്, അത് തന്നെ എന്ത് ചെയ്യും? ആക്ച്വൽ കോസ്റ്റിൽ സംഭവിക്കുകയും ചെയ്യും, അതിനപ്പുറത്തോട്ട്. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ടോട്ടൽ ആക്ച്വലി അക്കൗണ്ടിങ് മെത്തേഡിൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വൽ എമൗണ്ട് പ്ലസ് എന്താണ് പറയുന്നത്? നമ്മുടെ ക്രെഡിറ്റ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഇറ്റ് റെപ്രസെന്റ് ദ എമൗണ്ട് ബൈ വിച്ച് ടോട്ടൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഇൻകേർഡ് സോ ഫാർ എക്സീഡ് ദ ടോട്ടൽ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് സോ ഫാർ. അപ്പൊ ആക്ച്വൽ കോസ്റ്റിന് എങ്ങനെയായാലും എന്ത് സംഭവിക്കും? അമോർട്ടൈസ്ഡ് കോസ്റ്റ് കൂടി തന്നെ നിൽക്കും. ഇനി എങ്ങനെയാണ്
നമ്മൾ അമോററ്റൈസ്ഡ് കോസ്റ്റ് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ith ഓപ്പറേഷൻ ഓഫ് ദ CI ഓപ്പറേഷൻ ബൈ CI ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണ് ith ഓപ്പറേഷൻ. അതായത് നമ്പർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ I വരെ, ഫോർ I is equal to 1 to n ഓപ്പറേഷൻസ് ഉണ്ട്. ദെൻ ദ അമോററ്റൈസ്ഡ് കോസ്റ്റ് ഓഫ് ith ഓപ്പറേഷൻ ബൈ C ക്യാപ്പ്. CI ക്യാപ്പ് ആണ്, സിയുടെ മേളിലെ ക്യാപ്പിലുള്ളൂ എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. CI ക്യാപ്പ്. വി റിക്വയർ അമോററ്റൈസ്ഡ് കോസ്റ്റ് sigma I equal to 1 to n. Sigma cap will be greater than or equal to sigma I equal to 1 to n CI. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞ ആക്ച്വൽ കോസ്റ്റ് which is greater than or equal to the actual cost for all sequence of n operations. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ടോട്ടൽ അമോററ്റൈസ്ഡ് കോസ്റ്റ് എപ്പോഴും എന്താണ് ടോട്ടൽ ആക്ച്വൽ കോസ്റ്റിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. മനസ്സിലായോ? അത് തന്നെയാണ് പറഞ്ഞത് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ith ഓപ്പറേഷൻ. അതുകൊണ്ടാണ് ടോട്ടൽ ടു ദ n ഓപ്പറേഷൻ പറയുന്നത്. ith ഓപ്പറേഷൻ ഓഫ് CI നമ്മളൊരു വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇത് അമോററ്റൈസ്ഡ് കോസ്റ്റ് ഓഫ് ith ഓപ്പറേഷൻ ബൈ CI ക്യാപ്പ്. വി റിക്വയർഡ് ടോട്ടൽ എമൗണ്ട്. അതുകൊണ്ട് സിഗ്മ I ഈക്വൽ ടു 1 to n CI ക്യാപ്പ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ I ഈക്വൽ ടു 1 to n CI which is equal to the amortized cost, total amortized cost which is greater than or equal to the total actual cost for all sequence of n operations. Okay, ഇനി ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ് stored in data structure. Total credit എന്ന് വെച്ചാൽ എന്തോ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ അമോററ്റൈസ്ഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ ആക്ച്വൽ കോസ്റ്റ്. ടോട്ടൽ അമോററ്റൈസ്ഡ് കോസ്റ്റ് നിന്ന് ടോട്ടൽ ആക്ച്വൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ക്രെഡിറ്റ് എത്ര ക്രെഡിറ്റ് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ I equal to 1 to n CI cap minus total actual cost sigma I equal to 1 to n CI. Okay, then അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അമോററ്റൈസ്ഡ് കോസ്റ്റ്. ഇനി എന്താണ് നമ്മൾ ഇനി എക്സാമ്പിളിലോട്ട് പോവാണ്. അക്കൗണ്ടിങ് മെത്തേഡ് യൂസിങ് സ്റ്റാക്ക് ഓപ്പറേഷൻ. എല്ലാ ഈ നമ്മുടെ അമോററ്റൈസ്ഡ് കോസ്റ്റിൽ 3 ഡിഫറൻസിയേഷൻ, ഒന്ന് സ്റ്റാക്ക്, ഒന്ന് ബൈനറി കൗണ്ടർ, പിന്നൊന്ന് ഡെഫിനിഷൻ ടേബിൾ. ഈ 3 എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്. ഇനി അക്കൗണ്ടിങ് മെത്തേഡ് യൂസിങ് സ്റ്റാക്ക് ഓപ്പറേഷൻ. ടു ഇല്ലസ്ട്രേറ്റ് അക്കൗണ്ടിങ് മെത്തേഡ് ദ അമോററ്റൈസ്ഡ് ഒക്കെ ഒരു സ്റ്റാക്ക് എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ലെറ്റ് us return to the stack example. For actual cost of operation, push 1, pop 1, multipop minimum of k, s എന്ന് പറയുന്നത് സ്റ്റാക്കിന്റെ സൈസ് ആണ്. അപ്പോൾ പുഷ് 1 വാല്യൂ ആണെങ്കിൽ പോപ്പ് ഒരു വാല്യൂ ആണ്. സ്റ്റാക്കിന്റെ 2 ഓപ്പറേഷൻ പുഷ് ആൻഡ് പോപ്പ്. എക്സ്ട്രാ ഒരു ഓപ്പറേഷൻ ആണ് മൾട്ടിപോപ്പ് ഓടിച്ചത്. പുഷ് ഓപ്പറേഷൻ ഫോർ പുഷിംഗ് ദ എലമെന്റ് ടു ദ സ്റ്റാക്ക്. പോപ്പ് ദ എലമെന്റ് എന്ന് പറഞ്ഞാൽ പോപ്പിംഗ് ദ എലമെന്റ് ഫ്രം ദ സ്റ്റാക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ടോട്ടൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ബിഗ് ഓഫ് 1, പോപ്പ് 1ന്റെ ബിഗ് ഓഫ് 1. ഇനി നമുക്കിത് അമോററ്റൈസ്ഡ് കോസ്റ്റിൽ അസൈൻ ചെയ്യാം. അപ്പോൾ അമോററ്റൈസ്ഡ് കോസ്റ്റിൽ എങ്ങനെ അസൈൻ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ നമ്മൾ എഴുതുന്നത് പുഷ് ഓഫ് എക്സ്, പുഷ് ഒരു എക്സ് വാല്യൂ, പോപ്പിംഗ് ദ വാല്യൂ, മൾട്ടിപോപ്പ് വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് കെ കോമാൻ, വേർ k is the number of data we want to pop, then n is the stack size. Let us assign the amortized cost as follows. ഈ അമോർട്ടൈസ്ഡ് കോസ്റ്റിനെ നമുക്ക് എങ്ങനെ അസൈൻ ചെയ്യാന്നുള്ളത്, പുഷ് x equal to 2, pop value 0, multipop value 0. ഇനി അസൈൻ ചെയ്യുന്ന എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇഫ് യു പുഷ് എ വാല്യൂ ഇൻ ടു ദ സ്റ്റാക്ക്, ഇവിടെ എന്തൊരു നമ്മളിപ്പോൾ അതാണ് എക്സ് വാല്യൂ ആദ്യം കൊടുത്തു, ദെൻ സെക്കൻഡ് വാല്യൂ പുഷ് ചെയ്തു, 2 വാല്യൂ പുഷ് ചെയ്തു. ഫസ്റ്റ് എക്സ് വാല്യൂ പുഷ് ചെയ്യുന്ന ഉടനെ ഇവിടെ വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത് 2 ആയിട്ടാണ്. എന്തിനാ ഈ 2 വാല്യൂ അസൈൻ ചെയ്യുന്ന പറഞ്ഞാൽ 1 ഫോർ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് 1 ഫോർ ക്രെഡിറ്റ് വാല്യൂ. ഇവിടെ എത്ര വാല്യൂ ചെയ്ത്, എന്തിനു വേണ്ടി ഈ ക്രെഡിറ്റ് വാല്യൂ കൊടുത്തേക്കുന്നത്? അതായത് ഇവിടെ y പുഷ് ചെയ്തു, y പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വിച്ച് ഇസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 1 + 1 എന്ന് പറഞ്ഞാൽ 1 ഫോർ ആക്ച്വൽ കോസ്റ്റ്, 1 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ്, ആ പുഷിന്റെ ഓപ്പറേഷന്റെ കോസ്റ്റ് ആണ്, ആക്ച്വൽ കോസ്റ്റ് ആണ് 1. ഇനി ഒരു 1 കൂടെ ക്രെഡിറ്റ് ആയിട്ട് കയറും കോസ്റ്റിൽ. അതെന്ത് പറഞ്ഞാൽ പ്രീപെയ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് വരും. ഇത് എന്തിനെന്ന് പറഞ്ഞാൽ ഈ 1 വാല്യൂ അടുത്ത ഓപ്പറേഷനായ പോപ്പിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ ഒരു വാല്യൂ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്. ഇനി പോപ്പ് ഓപ്പറേഷൻ ഉണ്ട്, പോപ്പ് എക്സ് അല്ലെങ്കിൽ പോപ്പ് വൈ എന്ന് എന്ത് ചെയ്യും, പോപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ എത്ര വാല്യൂ ചാർജ് ചെയ്യും? ഈ ക്രെഡിറ്റ് ഇതാണ്ട് ഇവിടെ കൊടുത്തേക്കുന്ന ക്രെഡിറ്റ് ഉണ്ടല്ലോ, 1x എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ എക്സ് വാല്യൂ ക്രെഡിറ്റ് ചെയ്തേക്കുന്നതാണ് എഴുതിയേക്കുന്നത്. കോസ്റ്റ് 2 ആയിരുന്നു, 1 ഫോർ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് 1 ഫോർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് വാല്യൂ എന്തിനു വേണ്ടിയാണ്? പോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ 1 ക്രെഡിറ്റ് അവിടെ യൂസ് ചെയ്യും, മനസ്സിലായി, ചാർജ് ചെയ്യും. അപ്പം പുഷ് ഓപ്പറേഷൻ 1 ആൻഡ് പോപ്പ് ഓപ്പറേഷൻ 1 ആയി, അതപ്പോൾ ക്രെഡിറ്റ് ആയി. ഇയർ പോപ്പ് ഓപ്പറേഷൻ പോപ്പ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. മൾട്ടി ഓപ്പറേഷൻസിനും അത് തന്നെയാണ്, ആക്ച്വൽ കോസ്റ്റ് 1 ആണ്. കാരണം വാല്യൂ 0 ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്രെഡിറ്റ് വാല്യൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോപ്പ് ഓപ്പറേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ക്രെഡിറ്റ് വാല്യൂ എടുക്കുന്നത്. ഇനി
മൾട്ടി പോപ്പ് 0. മൾട്ടി പോപ്പിൽ എന്ത് ചെയ്യുന്നത്? പോപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. മൾട്ടി പോപ്പ് നമ്മൾ പറഞ്ഞു, ഒരു സ്റ്റാക്കിൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 എലമെന്റ്സേ ഉള്ളു. മൾട്ടി പോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ 5 എലമെന്റ്സ് പോപ്പ് ചെയ്യാൻ കൊടുത്താലും നമ്മുടെ സ്റ്റാക്കിൽ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും പോപ്പ് ചെയ്തിറങ്ങും. 2 ആണെങ്കിൽ മിനിമം 2 ആണെങ്കിൽ മിനിമം 2 എങ്കിലും പോപ്പ് ചെയ്തിറങ്ങും. ആ പോപ്പ് ചെയ്യേണ്ട വാല്യൂ 0 വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? പുഷ് ചെയ്യുമ്പോഴെല്ലാം ക്രെഡിറ്റ് വാല്യൂ ചെയ്ത. അപ്പൊ മൾട്ടി പോപ്പിന് വാല്യൂ ഉണ്ടോ? ഇല്ല, 0 തന്നെയാണ്. അപ്പം ഫോർ പുഷ് ഓപ്പറേഷൻ ക്രെഡിറ്റ് വാല്യൂ 2 ആണ്. മനസ്സിലായോ? 1 ഫോർ ആക്ച്വൽ കോസ്റ്റും 2 പ്രീപേയ്മെന്റ് കോസ്റ്റും അല്ലെങ്കിൽ ക്രെഡിറ്റ് വാല്യൂ. അങ്ങനെയാണ് ഇതിനെന്തോ ഫോർ സ്റ്റാക്ക് ഓപ്പറേഷൻ വാല്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നോർമൽ സ്റ്റാക്ക് ഓപ്പറേഷൻ പുഷ് 1 ആൻഡ് പോപ്പ് 1. മൾട്ടി പോപ്പ് ആണെങ്കിൽ മൾട്ടി എലമെന്റ്സ് പോപ്പ് ചെയ്യും. ആ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൽ നിന്ന് എത്ര എലമെന്റ്സ് വേണോ അത് പോപ്പ് ചെയ്ത് കാണിക്കും. ഇനി അമോർട്ടൈസ്ഡ് കോസ്റ്റ് വെച്ച് പുഷ് 2, പുഷ് 0, മൾട്ടി പോപ്പ് 1. ഇവിടെ പുഷ് 2 എന്ന് പറഞ്ഞാൽ വാല്യൂ എങ്ങനെ വരുന്നത്? 1 + 1. 1 ഫോർ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് 1 ഫോർ ദ അമോർട്ടൈസ്ഡ് മീൻസ് ക്രെഡിറ്റ്. ഇവിടെ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പ് 0, പോപ്പ് വാല്യൂ പോപ്പ് ചെയ്ത് തന്നു. പക്ഷെ അതിനൊരു വാല്യൂ ഉപയോഗിക്കും. അതിന് ഏത് വാല്യൂ ഉപയോഗിക്കുന്നത്? ദിസ് വൺ. അതായത് പുഷ് ചെയ്യാൻ ഏത് വാല്യൂ എടുത്തോ, പുഷ് ചെയ്യാൻ ഒരു വാല്യൂ എടുത്തോ, അതിന്റെ കൂട്ടത്തിൽ പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ഒരു ക്രെഡിറ്റ് കൂടെ കൂട്ടിയാണ്. നമ്മൾ പ്രീപേയ്മെന്റ് ചെയ്തിടുന്ന പോലെ. മനസ്സിലായില്ലേ? ഇവിടെ പുഷ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? പോപ്പിന്റെ ഓപ്പറേഷന്റെ എത്ര കോസ്റ്റ് ആണോ ആ കോസ്റ്റ് കൂടെ ചേർത്താണ് പുഷ് 2 എന്ന് പറയുന്നത് വാല്യൂ കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 + 1 ഹിയർ 2, 1 ഫോർ ആക്ച്വൽ കോസ്റ്റ്. ഇവിടെ പോപ്പ് ഓപ്പറേഷന്റെയും ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ 1 എവിടുത്തെയാ? ഇതേപോലെ ഈ 1 ആണ്. ഇനി മൾട്ടിപോപ്പ് ഓപ്പറേഷൻ 0. മൾട്ടിപോപ്പ് ഓപ്പറേഷൻ 0 എന്ന് പറയുമ്പോൾ മൾട്ടിപോപ്പിന്റെ ഓപ്പറേഷൻ അവിടെ വാല്യൂ എവിടെ ഉണ്ട്? നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഓരോ പോപ്പിലും എന്ത് ചെയ്തു? വാല്യൂസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ചാർജ് അറ്റ് ദ ടൈം ഓഫ് പുഷ് ഓപ്പറേഷൻസ്. ഇനി ഹിയർ ഓൾ 3 amortized costs are constant. Amortized cost of an operation under consideration may be differ from each other and they may be differ asymptotically. ഇനി $1 യൂണിറ്റ് കോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതിനാണ് അടുത്തത്. ഓക്കെ, വി സ്റ്റാർട്ട് ആൻ എംപ്റ്റി സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ് വെൻ വി പുഷ് എ പ്ലേറ്റ് ഇൻ ടു സ്റ്റാക്ക്. അപ്പൊ ഞാൻ ആ പറഞ്ഞു തന്നത് ഇപ്പോഴാണ് അതിന്റെ ഇത് വരുന്നത്. അവിടെ 1 വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 1ന് പകരം $1 എന്ന് ഇടുന്നു. ഒരു ഡോളർ വാല്യൂ ഇടുവാണ്. Okay, when we push a plate on the stack, we use $1 to pay actual cost of the push operation. We put a credit of $1 on the top of the pushed plate. അപ്പോൾ എത്ര വാല്യൂ ആയി? ക്രെഡിറ്റ് 2 ആയി. ഓക്കെ, അപ്പം 1 to the pay of actual cost and credit $1 on the top of the push plate. അപ്പം പുഷ് പ്ലേറ്റിൽ ഫസ്റ്റ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? $1 + $1, $2 പുഷ് ചെയ്തു. At any time, every plate on the stack has $1 as credit on it. എപ്പോഴും ഏത് ഓപ്പറേഷൻ ചെയ്താലും എന്ത് ചെയ്യും? ആ $1 ക്രെഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത പുഷ് ഓപ്പറേഷൻ ആണോ? 2, $1 ഫോർ ആക്ച്വൽ കോസ്റ്റ്, ക്രെഡിറ്റ് 2 കൂടെ ചേർത്ത് ക്രെഡിറ്റ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ്, $1 സ്റ്റോർഡ് ഓൺ ദ പ്ലേറ്റ് ഈസ് എ പ്രീപേയ്മെന്റ് കോസ്റ്റ് ഫോർ ദ പോപ്പിംഗ് ഇറ്റ്. അപ്പൊ $1 എന്തിനു വേണ്ടിയാണ്? ആക്ച്വൽ കോസ്റ്റിൽ നിന്നും കഴിച്ച് $1 എന്തിനു വേണ്ടിയാ? പ്രീപേയ്മെന്റ് കോസ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വാല്യൂ ആണ്. ഇൻ ഓർഡർ ടു പോപ്പ് എ പ്ലേറ്റ് ഫ്രം ദ സ്റ്റാക്ക്. ഇനി പോപ്പ് ചെയ്യുമ്പോൾ ആ സ്റ്റാക്കിൽ നിന്ന് ഒരു പ്ലേറ്റ് പോപ്പ് ചെയ്യുവാണ്. അന്നേരം വി ടേക്ക് $1 ഫോർ ക്രെഡിറ്റ് ഓഫ് ദ പ്ലേറ്റ്. അതായത് ക്രെഡിറ്റിൽ നിന്ന് ആ പുഷ് ഓപ്പറേഷനിൽ ഒരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റും ഉണ്ട്. ആ ക്രെഡിറ്റിൽ നിന്ന് എന്ത് ചെയ്യും? 1 എടുത്ത് ഇങ്ങോട്ട് യൂസ് ചെയ്യും. ആൻഡ് യൂസ് ടു പേ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ പോപ്പ് ഓപ്പറേഷൻ. അപ്പൊ ആക്ച്വൽ കോസ്റ്റ് എന്ത് ചെയ്യും? ആക്ച്വൽ കോസ്റ്റ് 1 വേണം, അതിന് വേണ്ടി പേ ചെയ്യും. ദസ് ബൈ ചാർജിങ് പുഷ് ഓപ്പറേഷൻ a little bit more, we don't need to charge anything for pop and multi-pop operation. വാല്യൂ വേണ്ട. ഇതില പോപ്പിനും മൾട്ടിപോപ്പിനും ഓരോ വാല്യൂ അതിനകത്ത് പിന്നെ അസൈൻ ചെയ്യേണ്ട കാര്യമില്ല. We have ensured that the amount of credit is always non-negative. മനസ്സിലായോ? Amount of credit is always non-negative. Since each plate on the stack always has $1 of credit and stack always has the non-negative numbers of plates. Here, thus, for any sequence of n push pop multi-pop operation, the total amortized cost is an upper bound on the total actual cost. അപ്പോൾ എപ്പോഴും എന്ത് പറയുന്നത്? n pushes ഉള്ളയും പോപ്പ് ഉള്ള മൾട്ടിപോപ്പ് ഓപ്പറേഷനിലും ടോട്ടൽ അമോറൈസ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റിനേക്കാളും അപ്പർ ബൗണ്ട് ആയിരിക്കും. അക്കൗണ്ടിങ് മെത്തേഡ് ഇൻക്രിമെന്റിങ് ബൈനറി കൗണ്ടർ. ഇനി ബൈനറി കൗണ്ടറിൽ ഒരു ഇൻക്രിമെന്റിങ് മെത്തേഡ് എങ്ങനെ നമുക്ക് കാണാം? ഓക്കെ, ഇനി അടുത്ത ഇൻക്രിമെന്റ് ബൈനറി കൗണ്ടർ.
നമ്മൾ ഇൻക്രിമെന്റ് ബൈനറി കൗണ്ടിൽ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? ഇൻക്രിമെന്റ് ഐ ഈക്വൽ ടു 0 while I less than or equal to n and a of I equal to 1 ആണോ ചെക്ക് ചെയ്യും. ആണെങ്കിൽ a of I എന്ന് പറയുന്നത് 0 ആയിട്ട് അസൈൻ ചെയ്യും. I ഇൻക്രിമെന്റ് ചെയ്യും, നെക്സ്റ്റ് പൊസിഷൻ പോകും. അല്ലെങ്കിൽ ഇവിടെ വൈൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ നേരത്തെ എന്ത് ചെയ്യും? ഇഫ് I ലെസ് ദാൻ n ആണെങ്കിൽ എന്ത് ചെയ്യും? a of I 1 ആയിട്ട് അസൈൻ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ബൈനറി കൗണ്ടർ എടുക്കുന്നു, അവിടെ a of I അല്ലെങ്കിൽ ith എലമെന്റ് I ഓപ്പറേഷൻസ്, എത്ര ഓപ്പറേഷൻസ് ഉണ്ട്? അപ്പം a of n എന്ന് പറഞ്ഞാൽ a of n-1 ഓപ്പറേഷൻ. ഇവിടെ ബൈനറി കൗണ്ടർ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞേ? ഫസ്റ്റ് ഇനിഷ്യൽ വാല്യൂ, ഇനിഷ്യൽ ബൈനറി കൗണ്ടർ എന്ത് പറയുന്നത്? ഓൾ സെറ്റ് ടു 0, സെറ്റ് ചെയ്തേക്കുന്നത് 0 ആയിട്ടാണ്. ഫസ്റ്റ് ഓപ്പറേഷൻ എടുക്കും. ഫസ്റ്റ് ഓപ്പറേഷൻ എടുക്കുമ്പോൾ ഇഫ് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് I ഈക്വൽ ടു 1 ആണോ ചെക്ക് ചെയ്യും. ഇല്ല, I ലെസ് ദാൻ n ആണ്. അപ്പൊ എന്ത് ചെയ്യും? ആ 0 വാല്യൂ എന്ത് ചെയ്യും? അസൈൻ 1 ആക്കും. ഈ ബൈനറി കൗണ്ടർ 1 ആക്കി. അതാണ് ഇനിഷ്യൽ 1. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ബൈനറി വാല്യൂനെ സെറ്റ് ചെയ്യുമ്പോൾ 0 to 1 സെറ്റ് ചെയ്തല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുന്നതിനെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് എടുക്കും. റീസെറ്റ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യുന്ന അറിയോ? 1 ആയിട്ട് എടുക്കും. സെറ്റ് ചെയ്യുന്നതിനെ 2 ആയിട്ട് എടുക്കും. ഫോർ റീസെറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് ഈ റീസെറ്റ് ചെയ്യുന്നതിന്റെ വാല്യൂവിന്റെ ക്രെഡിറ്റ് എവിടെ നിന്ന് എടുത്തു? നമ്മൾ സെറ്റ് ചെയ്യാൻ നേരം എടുത്തു. മനസ്സിലായോ? ഇവിടാണ് നമ്മൾ നോക്കണേ. ഇവിടെ 0 to 1 വന്നു, അടുത്ത 1 to 0 വന്നു, അടുത്ത നെക്സ്റ്റ് ബിറ്റ് വന്നു. അവിടെ 0 ആയിരുന്നു, 0 to പിന്നെ 1 ആക്കി. ഈ കൗണ്ടർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 0യെ 1 ആക്കി സെറ്റ് ചെയ്ത് 1 0 സെറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ വാല്യൂ 1 2 3 4 എന്ന് തന്നെ വരുന്നത്. 1 0 1 എന്ന് പറഞ്ഞാൽ 1, ഇത് 2, ഇത് 3, ഇത് 4 എന്ന് പറയും. അപ്പൊ ഇവിടെ വാല്യൂ സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് 0, ഫസ്റ്റ് ബിറ്റ് എടുത്തു, അത് 0 ആയി. 0 to 1 വാല്യൂ ആയി. ഇനി എന്ത് ചെയ്യും? നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് 1 വാല്യൂവിനെ സെറ്റ് ടു 0, ദെൻ നെക്സ്റ്റ് വാല്യൂ a of 1 വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാക്കിയെല്ലാം 0 തന്നെ ആയിരിക്കും. a of 1 വരുമ്പം അത് 0 ആയിരുന്നു, സെറ്റ് ടു 1. ഇങ്ങനെയാണ് ബൈനറി വാല്യൂസ് ഇൻക്രിമെന്റ് ചെയ്ത് 0യും 1ഉം 1ഉം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത്. ഇനി ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്യുന്നതിന് $2 is 1 plus 1 means 1 ഫോർ ആക്ച്വൽ കോസ്റ്റ്. അപ്പൊ സെറ്റ് ചെയ്യുന്നത് 0 to 1 സെറ്റ് ചെയ്യുന്നതിന് ഇതിനെ സെറ്റ് എന്നും പറയണ്ട, ഫ്ലിപ്പ് എന്ന് പറയാം. ഓരോ ഫ്ലിപ്പ് അനുസരിച്ച് 0 to 1 ഫ്ലിപ്പ് ആവാം, 1 to 0 ഫ്ലിപ്പും ആവാം. മനസ്സിലായോ? 1 നിന്ന് 0 ആയിട്ട് ഫ്ലിപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ആക്ച്വൽ കോസ്റ്റും വരും. ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് എന്ത് വരും? പ്ലസ് ഈ ക്രെഡിറ്റ് വാല്യൂയും വരും. എന്തിനു വേണ്ടിയാ? പിന്നെ ഈ ക്രെഡിറ്റ് വാല്യൂ ഉപയോഗിച്ചാണ് നമ്മുടെ ബാക്കി ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം ബിറ്റ് 1 to 0 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഈ ക്രെഡിറ്റ് ആക്ച്വൽ കോസ്റ്റും ക്രെഡിറ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ സെറ്റ് ചെയ്യുമ്പോൾ $2 ആയിട്ട് അല്ലെങ്കിൽ 2 വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പം അടുത്ത റീസെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് എടുത്ത് ഉപയോഗിക്കും. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലിപ്പ് 1 to 0, ദെൻ സെക്കൻഡ് ഫ്ലിപ്പ് 0 to 1. എപ്പോഴും 0 to 1 കോസ്റ്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്പ് a of 0, a of 1, a of 0യിൽ എപ്പോഴും 0 1 0 1 0 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ എല്ലാം എന്ത് ചെയ്യും? ആ 0 1 ഫ്ലിപ്പിന് എന്ത് സംഭവിക്കും? $1 അസൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ആക്ച്വൽ കോസ്റ്റ് എങ്ങനെയായാലും 1 ആണ്. ഇനി ഇവിടെ വരുന്ന ഉടനെ എന്ത് ചെയ്യും? ഇവിടെ ആക്ച്വൽ കോസ്റ്റ് അല്ല, ഇവിടെ അത് കഴിഞ്ഞിട്ട് 0 to 1 ചെയ്തു, 1 ഓക്കെ ക്രെഡിറ്റ് വാല്യൂ ആയി. ഇവിടെ അതാണ്ടേ ക്രെഡിറ്റ് 1 plus 1 is equal to 2 ആണ് വരുന്നത്. എന്താണ് ആക്ച്വൽ കോസ്റ്റ്? എവിടെ നിന്ന് വന്നു? ഇവിടെ 0 to 1 ഫ്ലിപ്പ് വന്നു, 0 to 1 ഫ്ലിപ്പ് വന്നു. അപ്പൊ ഇവിടെ ആക്ച്വൽ കോസ്റ്റ് ഒരു സ്റ്റെപ്പിന്റെ കോസ്റ്റ് 1ഉം ഇവിടെ 1 ക്രെഡിറ്റ് വന്നു. ഈ 1 ക്രെഡിറ്റ് എവിടെ ഉപയോഗിക്കുക? അപ്പൊ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ $1 ആക്ച്വലി ബാങ്കിലുണ്ട്. ഏതാ? $1 ഉണ്ട്. ആ $1 എടുത്ത് ഇവിടെ ഫ്ലിപ്പ് ചെയ്തു. ഇവിടെ $2 ആയി. $2 എടുത്ത് ഇവിടെ കൊടുത്തു. അടുത്ത സ്റ്റെപ്പിന് $1 കിട്ടി. അപ്പൊ ക്രെഡിറ്റിൽ നിന്ന് 1 എടുത്തു. അടുത്ത സ്റ്റെപ്പ് ഇവിടെ $2 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ 2 ഫ്ലിപ്പാണ് വരുന്നത്. 2 ഫ്ലിപ്പും 0 to 1 വരുന്നുണ്ട്. ആ ഫ്ലിപ്പ് അനുസരിച്ചാണ് $2 അപ്പൊ നമ്മുടെ ഈ ഡോളർ ഇൻക്രിമെന്റ് ചെയ്തോണ്ടേ ഇരിക്കും. അപ്പം ഇതിന്റെ വേഴ്സ്റ്റ് കേസ് റണ്ണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 1 ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ഈസ് ബിഗ് ഓഫ് k. അന്നേരം ഫോർ n ഓപ്പറേഷൻ ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ബിഗ് ഓഫ് n into k. ഇനി നിങ്ങൾ നോക്കുക ഇൻക്രിമെന്റിങ് എ ബൈനറി കൗണ്ടർ. Recall the running time of an increment operation is proportional to the number of bits flipped. അപ്പം increment operation running time of an increment operation ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്പർ ഓഫ് ബിറ്റ്സ് ഫ്ലിപ്പ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ചാർജിങ് ആൻ അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഓഫ് $2 to set a bit to 1. അപ്പം ബിറ്റ് സെറ്റ് ചെയ്യുന്നതിന് $2. When a bit is set, we use $1 to pay for actual settings of a bit.
ആക്ച്വൽ സെറ്റിങ്ങിന് വേണ്ടി ഒരു ബിറ്റും വി പ്ലസ് അനദർ $1 ഫോർ ദ ബിറ്റ് ആസ് ക്രെഡിറ്റ് ആയിട്ട് വെക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പറേഷൻ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി അടുത്ത ഫ്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടി നെക്സ്റ്റ് ഫ്ലിപ്പിന് വേണ്ടി എവിടുന്ന് എടുക്കും? ആക്ച്വൽ കോസ്റ്റ്, അതായത് നമ്മളൊരു ഫ്ലിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് സെറ്റ് ചെയ്തൊരു ബിറ്റിന് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? $2 ആയിട്ട് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് 1ഉം ഇനി നമുക്ക് ഇനി ക്രെഡിറ്റ് ഫ്ലിപ്പ് ചെയ്യാൻ അനദർ ഫ്ലിപ്പിന് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടി ഈ ക്രെഡിറ്റ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അറ്റ് എനി ടൈം പോയിന്റ് എവറി വൺ ഇൻ ദ കൗണ്ടർ ഹാസ് $1 ഓഫ് ക്രെഡിറ്റ് ഓൺ ഇറ്റ്. കൗണ്ടറിലും എന്ത് ചെയ്യും? 1 സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. $1 ക്രെഡിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വി നോൺ need to charge anything to reset a bit to 0. We have just pay the reset of the $1 on it. അതായത് ഇവിടെ ബിറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. 0 to ഫ്ലിപ്പ് ചെയ്യുന്നതിന് അല്ലെ തിരിച്ച് 0 to 1 സെറ്റ് ചെയ്തു, 1 to 0 ഫ്ലിപ്പ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. റീസെറ്റിന് ഇതില്ല. പക്ഷേ എന്ത് ചെയ്യാം? റീസെറ്റിന് ചാർജ് $1 എവിടെ നിന്ന് എടുക്കും? ക്രെഡിറ്റിന് എടുത്തോളൂ. Okay, the amortized cost of increment can be now to determine the cost of resetting bit within a while loop is paid by the $1 on the bit they are reset. At most, one bit is set to 1 in an increment operation. ഒരു increment operationലും ഒരു ബിറ്റ് എങ്കിലും സെറ്റ് ചെയ്തിരിക്കും. The amortized cost of increment operation is at most $2. എപ്പോഴും increment operation എന്ത് ചെയ്യും? $2 ആണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ if കണ്ടീഷൻ വരുന്നുണ്ടല്ലോ, if I less than or equal to n, a of I എന്ത് പറയാ? 0 ആണെങ്കിൽ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്യുന്ന ഇൻക്രിമെന്റ് അത് കഴിഞ്ഞിട്ട് എന്ത് ഇൻക്രിമെന്റ് ഓപ്പറേഷനിൽ എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? $2 ആയിട്ട് കിട്ടും. The number of ones in the counter is never negative. Thus the amount of credit is always non-negative. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. എപ്പോഴും ക്രെഡിറ്റ് ആഡ് ചെയ്ത് ഏത് ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഒരു കോസ്റ്റ് മേടിച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഓരോ ഓപ്പറേഷനും ആക്ച്വലി നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോസ്റ്റ് മേടിക്കുകയാണ് ചെയ്യുന്നത്. Thus, for the n increment operation, the total amortized cost is big of n, which bounds the actual value. Actual കോസ്റ്റിനേക്കാളും എപ്പോഴും എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ഓപ്പറേഷൻസ് ടോട്ടൽ അമോറൈസ്ഡ് കോസ്റ്റിനേക്കാളും ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ബൗൺസ് ആയി നിൽക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അക്കൗണ്ടിങ് മെത്തേഡ്. ഇനി ഫസ്റ്റ് പോയിന്റ് നോക്കിയോ. ഡിഫറെന്റ് ചാർജസ് ടു ഡിഫറെന്റ് ഓപ്പറേഷൻ വിത്ത് സം ഓപ്പറേഷൻ ചാർജ് മോർ or less than they actually cost. ഇപ്പൊ മനസ്സിലായി? The amount we charge on an operation is called its amortized cost. അപ്പൊ എമൗണ്ട് ചാർജ് ചെയ്യുന്ന ആ ഓപ്പറേഷന് ചാർജ് ചെയ്യുമ്പോൾ അതാണ് അമോർട്ടൈസ്ഡ് കോസ്റ്റ്. അപ്പൊ ആ അമോർട്ടൈസ്ഡ് കോസ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ആക്ച്വൽ കോസ്റ്റ് എന്നുള്ള ക്രെഡിറ്റ് കൂടെ ആഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിഫറെന്റ് ചാർജസ് ടു ഡിഫറെന്റ് ഓപ്പറേഷൻ. അതായത് പുഷ് ഓപ്പറേഷൻ എത്ര ചാർജ് എടുത്തു? 2 ചാർജ് എടുത്തു അല്ലേ? പോപ്പ് ഓപ്പറേഷനോ ആക്ച്വലി ഒന്നും എടുത്തില്ല. പക്ഷെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആ ക്രെഡിറ്റിൽ നിന്ന് ഒരു വാല്യൂ എടുത്തു. അപ്പം 2 വാല്യൂസിന് പല ചാർജസ് ആയിട്ട്. മൾട്ടിപോപ്പ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും എലമെന്റ് പോപ്പ് ചെയ്യും. കാരണം അത്രയും എലമെന്റ് പുഷ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത്? ക്രെഡിറ്റ് ഉൾപ്പെടെയാണ് പുഷ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അത്രയും പോപ്പ് എലമെന്റ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ടും ലെസ് ആവുന്നില്ല, ആ ക്രെഡിറ്റിൽ നിന്ന് എടുത്താൽ ഉപയോഗിച്ചേക്കുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത്. ഡിഫറെന്റ് ചാർജസ് ടു ഡിഫറെന്റ് ഓപ്പറേഷൻ വിത്ത് സം ഓപ്പറേഷൻ ചാർജ് മോർ ഓർ ലെസ് ദാൻ ദെയർ ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് മെത്തേഡ്.